1990 IMS കടന്നു വരുന്നു. അന്ന് തൊട്ട് ഇന്നോളം ഞാൻ ഈ IMS ഒരു ടീമംഗമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. എല്ലാവിധ ശുശ്രൂഷകളും നമുക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു അവസരം ദൈവം തന്നു. അതിൻ്റെ മൂലകാരണം പ്രശാന്തച്ചനാണ്. ഞങ്ങളെ എല്ലാവരെയും ബൈബിള് പഠിപ്പിക്കുവാനും വചനം പഠിപ്പിക്കുവാനും അതുപോലെ പ്രാർത്ഥനകൾ പഠിപ്പിക്കുവാനും പ്രാർത്ഥന കൂട്ടായ്മകളുണ്ടാക്കുവാനും അച്ഛൻ പരിശ്രമിച്ചു. അങ്ങനെ ഞങ്ങളെ കൂട്ടായ്മയിൽ വളർത്തിയെടുത്തു. കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വചനം പ്രഘോഷിക്കാൻ പഠിക്കുന്നു. വചനം പ്രഘോഷിക്കുന്നുണ്ട്. ഇന്നും ഞങ്ങൾ കൗൺസിലിംഗ് എടുക്കുന്നു. IMS ടീമിൽ പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ ദിവസവും IMS വന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ രാത്രി ആരാധന തപസ്, അച്ഛൻ്റെ പ്രധാനപ്പെട്ട ദമ്പതിയാനം തപസ്, രാത്രി ആരാധന, ഇതിൽ മൂന്നിലും അനേകം ജനകോടികൾ ഇവിടെ വന്ന് നിറയുന്നുണ്ട്. അച്ഛൻ്റെ സ്തുതിപ്പിലൂടെയാണ്. അച്ഛൻ സ്റ്റേജിൽ കയറി സ്തുതിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ധാരാളമായിട്ടുണ്ടാകുകയാണ്. ജനകോടികൾ ഈ മാനസാന്തരത്തിലേക്ക് കടന്നു വന്നിട്ട് അച്ഛൻ്റെ ശുശ്രൂഷയിൽ, ഇത്രയും വർഷത്തെ ശുശ്രൂഷയിലെ കോടിക്കണക്കിന് ജനങ്ങളെ IMS നിന്ന് വളർന്നു പോയിട്ടുണ്ട്. ഇന്ന് വലിയ പുറത്തോട്ട് പോകുന്നവരുണ്ട്, വചനപ്രഘോഷകർ ഇവിടെ വചനം പ്രഘോഷിക്കുന്നവരുണ്ട്, വലിയ വലിയ ശുശ്രൂഷ മേഖലകളിൽ ജീവിക്കുന്നവരുണ്ട്. അച്ഛൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അച്ഛന് ഏറ്റവും പ്രധാനപ്പെട്ടത് മാനസിക രോഗികൾ, വിധവ അമ്മച്ചിമാർ, ഇവരെയൊക്കെ അച്ഛനെ നോക്കണം. മാനസിക രോഗ കേന്ദ്രങ്ങളുണ്ടാക്കി ഇവിടെ IMSൻ്റെ ഞാൻ പറയാം. മാനസിക രോഗികളെ പള്ളിത്തോട്ടിൽ അച്ഛൻ്റെ സ്ഥലത്തുണ്ട്. അങ്ങനെ പല സ്ഥലത്തും പിന്നെ അച്ഛൻ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ധ്യാനങ്ങൾ 10-17 തരത്തിലുള്ള ധ്യാനങ്ങൾ അച്ഛൻ രൂപീകരിച്ചു. പിന്നെ ഇപ്പോൾ ഒരു പുറത്തുനിന്ന് ആളുകൾ വന്ന് ധ്യാനം നടത്തുന്നുണ്ട്. മാസത്തിൽ 19 ധ്യാനം ഒരു മാസത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ ശുശ്രൂഷയിൽ വളർന്ന് അച്ഛൻ പുറത്തോട്ട് പോകുമായിരുന്നു. ഗൾഫിലൊക്കെ അച്ഛൻ പോയി അവിടെ വചനം പ്രഘോഷിച്ചു. അച്ഛൻ അവിടുന്ന് വളർന്നു. അച്ഛൻ വന്ന് നമ്മുടെ ഈ മേഖലകളിൽ അച്ഛൻ പോകാത്ത രാജ്യങ്ങളും സ്ഥലങ്ങളും ഒന്നുമില്ല. അവിടെ എല്ലാ ടീമംഗങ്ങളെ കൊണ്ടുപോവുകയും കൗൺസിലിംഗ് മിനിസ്ട്രി പ്രവർത്തിക്കുകയും വചനപ്രഘോഷണ മിനിസ്ട്രി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നെങ്കിൽ അതിന് കാരണക്കാരൻ മൂലകാരണം പ്രശാന്തച്ചനാണ്. ഞങ്ങളെ